ഓൾ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്നിവിടെ പൊതുവേ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ ഞാൻ വീട്ടിലെത്തി. പിന്നെ എനിക്ക് കുറച്ച് എഴുതാനും കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തു വെച്ചു. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ കുറേ കാലമായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കുറേ ചിന്തിച്ചു. യെസ്, ഫൈനലി ഞാൻ എഗ് പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ കിച്ചണിലേക്ക് വെച്ച് പിടിച്ചു. അപ്പം ഇതാണ് എൻ്റെ കിച്ചൺ കേട്ടോ. ഇപ്പോഴും സൺലൈറ്റൊക്കെ ഉണ്ട്. കാരണം ഇവിടെ ഒരു 8:45 ആകുമ്പോഴാണ് സൺസെറ്റ്. അതുകൊണ്ട് എപ്പോഴും നല്ല വെയിലുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നീട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഞാനൊരു 6 പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടൊരു 3 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു. യൂഷ്വലി ഞാൻ മുട്ട പുഴുങ്ങുന്ന സമയത്ത് വെള്ളം ചൂടാകിയ ശേഷം അതിലേക്ക് ഉപ്പിട്ടിട്ടാണ് ഞാൻ മുട്ട ഇടാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഞാൻ നേരത്തെ തന്നെ മുട്ട പാത്രത്തിലേക്ക് ഇട്ടുപോയി. അതുകൊണ്ട് തന്നെ കുറച്ച് പൊട്ടിപ്പോയി. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ചെറി ബ്ലോസം. ഇതിപ്പം പൂക്കുന്ന സീസണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് എല്ലാ സ്ഥലത്തും കാണാൻ. പിന്നെ മുട്ട പുഴുകുന്ന സമയം കൊണ്ട് ഞാൻ ഉള്ളി അരിയാമെന്ന് വിചാരിച്ചു. ഒരു 4 ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചു. പിന്നെ എൻ്റെ ഫ്രീസറിൽ ഇതിൻ്റെ പഫ് പേസ്ട്രി ഉണ്ട്. അപ്പോൾ അതെടുത്ത് പുറമേക്ക് വെച്ചു. നല്ല തണുപ്പാണ്. അത് കുറച്ച് നല്ല ടൈം എടുക്കും അതൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഫില്ല് ചെയ്യാനുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ടുള്ള സെറ്റപ്പ് തുടങ്ങി. ഇത് ഞാൻ ഫസ്റ്റ് എഗ് പപ്സ് ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് സെയിം റെസിപ്പിയാണ് എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ എവിടെയൊന്ന് കണ്ട ഒരു വീഡിയോ ആയിരുന്നു. അതായത് ജസ്റ്റ് ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഇത്തിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയത് എടുത്ത് മുറിച്ചൊക്കെ വെച്ചു. അങ്ങനെ ഒരു 8 മണി ആയപ്പോഴത്തേക്കും എല്ലാം സെറ്റായി. ഞാൻ ആ പേസ്ട്രി എല്ലാം ഒരു സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് ഒരു 6 പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ച് അതിലേക്ക് ഉള്ളിയും മുട്ടയെല്ലാം സ്റ്റഫ് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുത്തു. പിന്നെ ഫൈനലായിട്ട് ഒന്ന് ജസ്റ്റ് ഒരു എഗ് വാഷും കൂടി ചെയ്ത് നേരെ ഞാൻ ഓവനിലേക്ക് വെച്ചു. ഓവനിലേക്ക് വെക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 200 ഡിഗ്രിയിൽ ഒരു 80 മിനിറ്റ് വെച്ചു. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ഏകദേശം ഒരു 8:45-9 മണി ആവാനായിട്ടുണ്ട്. നമുക്കിവിടെ സൺസെറ്റായി. സൺസെറ്റ് ആവാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തപ്പം നമ്മുടെ എഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതങ്ങനെ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.